ഇന്നലത്തെ ഇന്ത്യ-USA മത്സരത്തിൽ ഇന്ത്യ ജയിച്ചതോടെ ഗ്രൂപ്പ് എയിൽ നിന്ന് സൂപ്പർ 8ലേക്ക് ക്വാളിഫൈ ചെയ്യുന്ന ആദ്യ ടീം ആയിട്ടുണ്ട്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടോസ് കിട്ടിയ ഇന്ത്യൻ ടീം ബൗളിംഗ് തിരഞ്ഞെടുത്തു. ആദ്യ ഓവർ എറിയാനെത്തിയ അർഷദീപ് 2 വിക്കറ്റുകൾ നേടി ഗംഭീര തുടക്കമാണ് ഇന്ത്യക്ക് നൽകിയത്. പിന്നീടുള്ള ഓവറുകളിൽ സ്റ്റീവൻ ടൈലറും ആരോൺ ജോൺസും സൂക്ഷിച്ച് കളിച്ച് വിക്കറ്റ് വിട്ട് നൽകാതെ 7 ഓവർ പൂർത്തിയാക്കി. എന്നാൽ 8ാം ഓവറിൽ ഹാർദിക്കിന്റെ ബൗളിംഗിൽ USAയുടെ മറ്റൊരു വിക്കറ്റ് കൂടി നഷ്ടമായി. പിന്നീടെത്തിയ നിതീഷ് കുമാർ ടൈലറിനോടൊപ്പം ചേർന്ന് സ്കോറുകൾ ഉയർത്തി. ടൈലറിന്റെ വിക്കറ്റ് നഷ്ടമായ ശേഷം വന്നവർ അവരുടേതായ കോൺട്രിബ്യൂഷൻ കൂടി നൽകി 20 ഓവറിൽ 110 എന്ന സ്കോറിൽ ടീമിനെ എത്തിച്ചു. അർഷദീപ് 4ഉം ഹാർദിക് 2ഉം അക്സർ 1 വിക്കറ്റുമാണ് നേടിയത്. സെക്കൻഡ് ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പെർഫോമൻസ് ആയിരുന്നു USAയിൽ നിന്ന് കണ്ടത്. ആദ്യ 3 ഓവറിനുള്ളിൽ തന്നെ കോഹ്ലിയുടെയും രോഹിതിന്റെയും വിക്കറ്റ് നേടി നേത്രവൽക്കർ അവരുടെ വിജയ സാധ്യത ഉയർത്തി. എന്നാൽ പന്ത് സൂര്യയുമായി നല്ലൊരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്ത് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോയി. 8ാം ഓവറിൽ പന്തിന് വിക്കറ്റ് നഷ്ടമായെങ്കിലും പുറകെ എത്തിയ ദുബെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് സൂര്യകുമാറുമായി 72 റൺസിന്റെ പാർട്ണർഷിപ്പ് ഉണ്ടാക്കി ഇന്ത്യയെ വിജയത്തിൽ എത്തിച്ചു. സൂര്യകുമാർ 50 റൺസും ദുബെ 31 റൺസുമാണ് ടീമിന് വേണ്ടി നേടിയത്.